ഹൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അലക്സി അക്കാഡമി. അപ്പോൾ നമ്മൾ കോളം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കോളം പാർട്ട് 2 ലെക്ചറാണ്. അപ്പോൾ ഈ ഒരു ലെക്ചറോടെ നമ്മൾ കോളം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും കവർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഈ ഒരു ലെക്ചറിൽ പ്രോബ്ലംസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ തിയറിയും ഡെറിവേഷൻസും ഇക്വേഷൻസൊക്കെയാണ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പാർട്ട് 2-ൽ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ട് കോളംസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെപ്റ്റംബർ 2020 ഏപ്രിൽ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഹോളോ കാസ്റ്റ് അയൺ കോളം ഓഫ് 10 meter long and 10 centimeter internal diameter and 15 centimeter external diameter is having its own unhinged and other rigidly fixed. Find the crippling load and safe load. Take factor of safety as 5. Take E equal to 95 kN by millimeter square. Use Euler's formula. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് L ഈക്വൽ ടു 10 മീറ്റർ ഈക്വൽ ടു 10,000 millimeter, ഇൻറ്റേർണൽ ഡയമീറ്റർ 10 centimeter ഈക്വൽ ടു 100 mm, എക്സ്റ്റേണൽ ഡയമീറ്റർ ഈക്വൽ ടു 15 centimeter ഈക്വൽ ടു 150 mm, E ഈക്വൽ ടു 95 into 10⁻³ Nm². ദെൻ ക്രിപ്ലിംഗ് ലോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. ക്രിപ്ലിംഗ് ലോഡ് ബൈ യൂളേഴ്സ് ഫോർമുല ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുന്ന യൂളേഴ്സ് ഫോർമുല ഈക്വൽ ടു 2π² EI/L² ആണ്. ഓൺ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് റിജിഡ്ലി ഫിക്സ്ഡ് ആണ്. ദെൻ ഫസ്റ്റ് നമുക്ക് I കണ്ടുപിടിക്കണം. I ഈക്വൽ ടു π/64 ഇൻറ്റു d⁻⁴ മൈനസ് d എക്സ്റ്റേണൽ ഡയമീറ്റർ d⁻⁴ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ d⁻⁴. 1/π/64 150⁴ മൈനസ് 100⁴ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 19941750.24 mm⁴ ആണ്. ദെൻ നമുക്ക് P കണ്ടുപിടിക്കാം. P ഈക്വൽ ടു 2π² ഇൻറ്റു E എന്ന് പറയുന്നത് 95 ഇൻറ്റു 10⁻³ ഇൻറ്റു I 19941750.24 ബൈ L എഫക്റ്റീവ് എന്ന് പറയുന്നത് L/√2 ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ ലെങ്ത് വെച്ചിട്ടാണ് 10,000² വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 373952.6533 Newton ആണ്. ഓർ നമുക്ക് L ഇഫക്റ്റീവിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് അടുത്ത് ചെക്ക് ചെയ്യാം. L ഇഫക്റ്റീവ് എന്ന് പറയുന്നത് L/√2 ആണ്. 10,000/√2 7071.067 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ പൈ ഈക്വൽ ടു π² EI/L² ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. L ഇഫക്റ്റീവ് വരുമ്പോഴുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് π² EI/L² ആണ്. നമ്മൾ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 373952.6533 Newton. ഇതും നമുക്ക് രണ്ടും ഈക്വലാണ് കിട്ടിയത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി 5 എന്ന് തന്നിട്ടുണ്ട്. ദെൻ സേഫ് ലോഡ് കണ്ടുപിടിക്കുന്നത് ക്രിപ്ലിംഗ് ലോഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ക്രിപ്ലിംഗ് ലോഡ് നമുക്ക് കിട്ടിയത് 373952.6533 ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3747905.53066 Newton ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസംബർ 2018 ചോദിച്ചതാണ്. A steel column made of a 4 meter long hollow circular section having 300 mm internal diameter and 20 mm thickness is fixed at both ends. Determine the safe axial load the column can carry with a factor of safety 3.5 using Euler's formula E equal to 2.1 into 10⁵ Newton/mm². നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് L ഈക്വൽ ടു 4 മീറ്റർ ആണ്, 4000 mm. ഇൻറ്റേർണൽ ഡയമീറ്റർ
300 mm. എക്സ്റ്റേണൽ ഡയമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡയമീറ്റർ പ്ലസ് 2 ഇൻറ്റു തിക്നെസ് ആണ്. തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട് 20 എന്നാണ്. ദെൻ 300 പ്ലസ് 2 ഇൻറ്റു 20 ഈക്വൽ ടു 340 mm ആണ് എക്സ്റ്റേണൽ ഡയമീറ്റർ കിട്ടുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുള്ളത് 3.5 ആണ്. ഇ എന്ന് പറയുന്നത് 2.1 ഇൻറ്റു 10⁵ Nm². ആണ്. കോളം ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ് ആണ്. ദെൻ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് P = 4π² EI/L² ആണ്. ഇതിൽ നമുക്ക് I കാൽക്കുലേറ്റ് ചെയ്യണം. I എന്ന് പറയുന്നത് π/64 ഇൻറ്റു d⁴ എക്സ്റ്റേണൽ ഡയമീറ്റർ ⁴ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ ⁴ π/64 ഇൻറ്റു 340⁴ മൈനസ് 300⁴ നമുക്ക് കിട്ടുന്നത് 25836457 9.8 mm⁴ ആണ്. ദെൻ P = 4π² ഇൻറ്റു 2.1 ഇൻറ്റു 10⁵ E ഇൻറ്റു 25836457 9.8 ബൈ 4000² L ആക്ച്വൽ ലെങ്ത് ആണ് 4000² ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 13387270.2 ന്യൂട്ടൺ. നമുക്കടുത്ത് എൽ എഫക്റ്റീവ് വെച്ചിട്ടുള്ള ആൻസർ നോക്കാം. എൽ എഫക്റ്റീവ് എൽ എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = π² EI/L² ആണ്. π² EI/L² നമ്മൾ എൽ എന്ന് പറയുന്നത് എൽ എഫക്റ്റീവിൻ്റെ കേസ് ബോത്ത് ആൻഡ് ഫിക്സ്ഡ് ആയിരിക്കുമ്പോൾ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് L = L/2 ആണ്. അത് നമുക്ക് കൊടുക്കുമ്പോൾ ഇക്വേഷൻ ആൻസർ കിട്ടുന്നത് 13387270.2 ന്യൂട്ടൺ ആണ്. ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3.5 ആണ് തന്നിരിക്കുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നത് ക്രിപ്ലിംഗ് ലോഡ് ബൈ F(s) ആണ്. ക്രിപ്ലിംഗ് ലോഡ് P/F(s) ആണ്. P നമുക്കിവിടെ കിട്ടിയത് 13387270.2 ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3.5 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 38249342.9 ന്യൂട്ടൺ ആണ്. ഇതാണ് സേഫ് ലോഡ് ആൻസർ എന്ന് പറയുന്നത്. സേഫ് ലോഡ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനുവരി 2017 ചോദിച്ചതാണ്. എ ഹോളോ അലോയ് ട്യൂബ് 5 meter long with diameter 14 mm and 25 mm was found to extend 6.4 meter under a tensile load of 16 kilonewton. Find buckling load for the tube when used as a strut with both end pinned ആയിട്ടുള്ള കോളത്തിൻ്റെ ബക്ലിംഗ് ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ലെങ്ത് 5 meter തന്നിട്ടുണ്ട്. അത് 5000 mm ആണ്. ഡയമീറ്റർ 40 mm, എക്സ്റ്റേണൽ ഡയമീറ്റർ, ഇൻറ്റേർണൽ ഡയമീറ്റർ 25 mm. ഡെൽറ്റ എൽ നമുക്ക് തന്നിട്ടുണ്ട് 6.4 mm. ലോഡ് തന്നിട്ടുണ്ട് വെയിറ്റ് 16 kilonewton ആണ്. കിലോന്യൂട്ടൺ ന്യൂട്ടണിലേക്ക് ഇൻറ്റു 10⁻³ 16 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ദെൻ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ A = π/4 ഇൻറ്റു എക്സ്റ്റേണൽ ഡയമീറ്റർ സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് ഇൻറ്റേർണൽ ഡയമീറ്റർ π/4 ഇൻറ്റു 14 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 765.76 mm² ആണ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. സർക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് π/64 ഇൻറ്റു d⁴ എക്സ്റ്റേണൽ ഡയമീറ്റർ ⁴ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ ⁴ π/64 ഇൻറ്റു 14⁻⁴ മൈനസ് 25⁻⁴ ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 106.48 ഇൻറ്റു 10⁸ mm⁴ ആണ്. ഇനി നമുക്ക് വേണ്ടത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടില്ല. പകരം നമുക്ക് തന്നിട്ടുള്ളത് ഒരു ലോഡ് തന്നിട്ടുണ്ട്, ഡെൽറ്റ എല്ലും തന്നിട്ടുണ്ട്. നമുക്കറിയാം നമുക്കറിയാം ഒരു
സിഗ്മ ഈക്വൽ ടു ഇ ബൈ ഇ ആണ്. യങ്സ് മോഡുലസ് ബൈ ഇ ഈക്വൽ ടു സിഗ്മ ബൈ ഇ ആണ്. ഇതിൽ നിന്ന് സിഗ്മ എന്ന് പറയുന്നത് പി ബൈ എ ആണ്. സിഗ്മ എന്ന് പറയുന്നത് പി ബൈ എ ആണ്. ഇവിടെ നമുക്ക് പി തന്നിരിക്കുന്നത് 16 × 10⁻³ ആണ്. എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 765.76 ആണ്. ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ കിട്ടും. ദെൻ ഡെൽറ്റ എൽ തന്നിട്ടുണ്ട്, ആക്ച്വൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇ കണ്ടുപിടിക്കാൻ പറ്റും. ഇ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഇ എന്ന് പറയുന്നത് ലേറ്ററൽ സ്ട്രെയിൻ ആണ്. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത്, ഡെൽറ്റ എൽ നമുക്ക് 6.4 തന്നിട്ടുണ്ട്. 6.4/5000 ആക്ച്വൽ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഇ ഈക്വൽ ടു യങ്സ് മോഡുലസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 61.21 × 10⁻³ Nm². ആണ്. ഇത് നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ പറ്റും. പി ഈക്വൽ ടു π² EI/LE². എൽ എഫക്റ്റീവ് സ്ക്വയർ ആണ്. ബോത്ത് എൻഡ് പിൻഡ് ആണ്, മീൻസ് ഹിഞ്ച്ഡ് ആണ്. ദെൻ π² EI/LE². എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് എൽ എഫക്റ്റീവ് ഈക്വൽ ടു എൽ ആണ്. ഇൻ ബോത്ത് എൻഡ് ഹിഞ്ച്ഡിൻ്റെ കേസിൽ എൽ എഫക്റ്റീവ് ഈക്വൽ ടു എൽ ആണ്. അതിൽ നിന്ന് നമുക്ക് പി ഈക്വൽ ടു π² EI/LE² എന്ന് കിട്ടും. ദെൻ നമുക്ക് π² ഇൻറ്റു 61.21 × 10⁻³ ഇൻറ്റു 106.48 × 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2573.06 ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസംബർ 2017 ചോദിച്ചതാണ്. ഫൈൻഡ് ദ ബക്ലിംഗ് ലോഡ് ബൈ റാങ്കിങ്സ് ഫോർമുല. വെച്ചിട്ടാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എ ടാബ്ലർ സ്ട്രട്ട് ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ് 6 meter long, having outer diameter 15 cm and thickness 2 cm, E equal to 2 × 10⁵ Nm². Sigma C equal to 567 Nm², and rankings constant A equal to 1/1600. For what length of the column does the Euler's formula is to apply? നമുക്ക് തന്നിട്ടുള്ളത് L 6 മീറ്റർ ആണ്. 6 മീറ്റർ എന്ന് പറയുമ്പോൾ 6000 mm ആണ്. ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് എൽ ആണ്. ഡയമീറ്റർ 15 cm ആണ്. 115 mm ആണ്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ മൈനസ് തിക്നെസ് തന്നിട്ടുള്ളത് 2 cm ആണ്. എന്നുവെച്ചാൽ 20 mm ആണ്. 2 × 2 -2 × t ചെയ്യാം. 150 - 2 × 20 ചെയ്യുമ്പോൾ 110 mm ആണ് നമുക്ക് കിട്ടുന്നത്. എ എന്ന് പറയുന്നത് 1/1600 തന്നിട്ടുണ്ട്. ഇ എന്ന് പറയുന്നത് 2 × 10⁵ Nm². സിഗ്മ സി 567 Nm². റാങ്കിങ്സ് ഫോർമുല എന്ന് പറയുന്നത് പി ഈക്വൽ ടു സിഗ്മ സി A/1 + A × LE/K² ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കെ അറിയില്ല. കെ നമുക്ക് കണ്ടുപിടിക്കണം. കെ ഈക്വൽ ടു √I/A ആണ്. അപ്പോൾ ഐ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഐ എന്ന് പറയുന്നത് π/64 d⁻⁴ ഇൻ എക്സ്റ്റേണൽ ഡയമീറ്റർ ⁴ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ ⁴ ആണ്. 150⁴ മൈനസ് 110⁴. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1766360.69 ആണ്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുന്നത് π/4 × എക്സ്റ്റേണൽ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ സ്ക്വയർ ആണ്. π/4 × 150² മൈനസ് 110² എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആൻസർ 8168.141 mm² ആണ്. mm⁴ ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ദെൻ നമുക്ക് ഐയുടെയും എയുടെയും വാല്യൂ അറിയാം. നമുക്ക് കെ കാൽക്കുലേറ്റ് ചെയ്യാം. കെ എന്ന് പറയുന്നത് √I/A ആണ്. ഐ എന്ന് പറയുന്നത് 1766360.69 ബൈ 8168.141 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 46.50 ആണ് കെ കിട്ടുന്നത്. കെ എന്ന് പറയുമ്പോൾ
റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി നമുക്ക് പി കണ്ടുപിടിക്കാം. ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്നത് സിഗ്മ സി എ ബൈ 1+a ഇൻറ്റു LE/K² ആണ്. നമുക്ക് ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. സിഗ്മ സി എന്ന് പറയുന്നത് 567 ആണ് ഇൻറ്റു ഏരിയ 8168.1409 ബൈ 1 റാങ്കിൻസ് കോൺസ്റ്റൻറ്റ് എ 1/1600 ഇൻറ്റു LE/K² 6000/46.50 നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 406.25 ഇൻറ്റു 10³ ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഫോർ വാട്ട് ലെങ്ത് ഓഫ് ദ കോളം ഡസ് ദ യൂളേഴ്സ് ഫോർമുല കീസ് ടു അപ്ലൈ എന്നാണ്. യൂളേഴ്സ് ഫോർമുലയിൽ ഏത് ലെങ്തിലാണ് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ π² EI ഇതെന്നാണ് യൂളേഴ്സ് ഫോർമുലയിലുള്ള ഇക്വേഷനാണ്. ഇത് റാങ്കിങ്സ് ഫോർമുലയുടെ ഇക്വേഷനാണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. π² EI/L² നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈക്വൽ ടു സിഗ്മ സി 567 ഇൻറ്റു എ 8168.141 ബൈ 1 + 1/1600 LE/46.50 നമുക്ക് ഏത് ലെങ്തിലാണ് യൂളേഴ്സ് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് L ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവരാം. π² 2 × 10⁵ ഇൻറ്റു 17663604.69 ബൈ 567 ഇൻറ്റു 8168.141 എന്നിട്ട് ഈക്വൽ ടു L² / 1+. നമ്മൾ ഇതിനെ സോൾവ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോൾവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കിട്ടുന്നത് 2.8905 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു L² എന്നാണ് കിട്ടുന്നത്. അതായത് L എഫക്റ്റീവും ഇൻസിഡൻറ്റിൽ L എഫക്റ്റീവ് ഈക്വൽ ടു L ആണ്. L എഫക്റ്റീവിന് നമ്മൾ L എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻസ് ഇത് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 7528,399.945 ആണ് ഈക്വൽ ടു L² / 1+28905 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു L². ഇതിൽ നിന്ന് നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 7528,399.945 പ്ലസ് 28905 ഇൻറ്റു 10⁻⁻7 L² ഇൻറ്റു 7528,399.945. ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 7528,399.945 പ്ലസ് 2.176 L² ഈക്വൽ ടു L² എന്ന് കിട്ടി. ഇത് നമുക്ക് L വരുന്ന ടേംസ് എല്ലാം ഒരിടത്ത് കൊണ്ടുവരാം. 2.176 L² മൈനസ് L² ഇവിടെ വന്നു. മൈനസ് L² ഈക്വൽ ടു ഇത് ഈക്വലിൻ്റെ അപ്പുറത്ത് പോയി -7528,399.945. ഇതിൽ നിന്നും നമുക്ക് L² കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2.176 മൈനസ് 1 എന്ന് പറയുന്നത് 1.176 എന്ന് കിട്ടും. 1.176 L² ഈക്വൽ ടു -7528,399.945 എന്ന് കിട്ടും. ഇതിൽ നിന്നും L² എന്ന് പറയുന്നത് -7528,399.945 ബൈ 1.76. ഇവിടെ നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. There is no value for negative such that the crippling load by Euler's equation and crippling load by Ranking's equation will not be the same value. ഇവിടെ നെഗറ്റീവ് വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ ക്രിപ്ലിംഗ് ലോഡ് ബൈ യൂളേഴ്സ് ഫോർമുല വെച്ച് കിട്ടുന്ന ക്രിപ്ലിംഗ് ലോഡും റാങ്കിങ്സ് ഫോർമുല വെച്ച് കിട്ടുന്ന ക്രിപ്ലിംഗ് ലോഡും ഒരിക്കലും സെയിം ആയിരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂലൈ 2017 എ ഹോളോ മെറ്റാലിക് ട്യൂബ് ഓഫ് 16 mm in external diameter and 50 mm internal diameter and 8 meter long is fixed at one end and its upper end is free.
Calculate the maximum load that can withstand crushing strength of the material is 300 megapascal. Rankings constant 1/7500. നമുക്ക് തന്നിട്ടുള്ളത് എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ 15 mm ആണ്. ലെങ്ത് 8 മീറ്റർ ആണ്. 8000 mm ആണ്. ഓൺ എൻഡ് ഫിക്സ്ഡും ഓൺ എൻഡ് ഫ്രീയുമാണ്. അങ്ങനെയെങ്കിൽ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് 2L ആണ്. 8000 × 2 16,000 എന്ന് കിട്ടും. സിഗ്മ സി നമുക്ക് തന്നിട്ടുള്ളത് 300 മെഗാപാസ്കലാണ്. 1 മെഗാപാസ്കൽ ഈക്വൽ ടു 1 Nm/mm² ആണ്. എ ഈക്വൽ ടു 1/7500 ആണ്. ഇനി നമുക്ക് പി കാൽക്കുലേറ്റ് ചെയ്യാം. പി ഈക്വൽ ടു സിഗ്മ സി A/1 + A × LE/K² ആണ്. ഇതിൽ നിന്ന് നമുക്ക് കെ അറിയില്ല. കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഐയും എയും നമുക്കറിയണം. കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഈക്വൽ ടു √I/A ആണ്. അതിൽ ആദ്യം ഐ കണ്ടുപിടിക്കണം. ഐ ഈക്വൽ ടു π/64 × എക്സ്റ്റേണൽ ഡയമീറ്റർ റേസ് ടു 4 മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ റേസ് ടു 4 ആണ്. 16⁻⁴ മൈനസ് 15⁻⁴ × π/64. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 329,376.3548 mm⁻⁴ ആണ്. അടുത്ത ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. π/4 × 16² മൈനസ് 15² ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ 863.937 mm² ആണ്. ദെൻ കെ ഈക്വൽ ടു I/A ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19.52 mm ആണ്. ഇനി നമുക്ക് പി കണ്ടുപിടിക്കാം. പി ഈക്വൽ ടു സിഗ്മ സി എന്ന് പറയുന്നത് 300 ആണ്. ഇൻറ്റു എ 863.937 ബൈ 1 + എ എന്ന് പറയുന്നത് 1/7500 ആണ്. LE/K 16,000. LE എന്ന് പറയുന്നത് 2L ആണ്. L എന്ന് പറയുന്നത് 8000 ആണ്. 8000 × 2 എന്ന് പറയുമ്പം 16,000 ബൈ 19.52² നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2868.389 Nm/mm² ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസംബർ 2019 ചോദിച്ചതാണ്. ഡിറ്റർമൈൻ ദ റേഷ്യോ ഓഫ് ബക്ലിംഗ് സ്ട്രെങ്ത് ഓഫ് 2 column on hollow and other solid. Both are made of same material and having equal length, cross-sectional area and same end conditions. Internal diameter of the hollow column is half of the external diameter. Internal diameter of the hollow column is half of the external diameter. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഒരു ഹോളോ കോളവും ഒരു സോളിഡ് കോളവുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടിൻ്റെയും എൻഡ് കണ്ടീഷൻസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് റേഷ്യോ ഓഫ് ബക്ലിംഗ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ്, consider a hollow and solid column are of same material and having equal length and cross section. Both end of the columns are hinged. നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് both end hinged ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. മെറ്റീരിയൽസ് സെയിം ആണെങ്കിൽ യങ്സ് മോഡുലസും സെയിം ആയിരിക്കും. ഈ രണ്ടും ഈക്വൽ ആയിരിക്കും. ദെൻ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സോളിഡ് കോളമാണ്. T0 എന്ന് പറയുന്നത് ഔട്ടർ ഡയമീറ്റർ ഓഫ് ദ ഹോളോ ഷാഫ്റ്റും. TI എന്ന് പറയുന്നത് ഇന്നർ ഡയമീറ്റർ ഓഫ് ദ ഹോളോ ഷാഫ്റ്റും. L ലെങ്ത് ഓഫ് ഈച്ച് ഷാഫ്റ്റ് ആൻഡ് E ഇസ് ദ യങ്സ് മോഡുലസ് ഓഫ് ഈച്ച് ഷാഫ്റ്റ്. അതായത് നമുക്കൊരു റിലേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ P ഈക്വൽ ടു π² EI/L² ആണ്. ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആയിരിക്കുമ്പോൾ LE ഈക്വൽ ടു L ആണ്. ഇതാണ് നമ്മുടെ ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത് I എന്ന് പറയുന്നത് π/64 × D⁴ ആണ് ഫോർ സോളിഡ് ഷാഫ്റ്റും. അടുത്ത് π/64 × D⁴ - DI⁴ ആണ് ഫോർ ഹോളോ ഷാഫ്റ്റ്.
പി എസ് എന്ന് പറയുന്നത് ബക്ലിംഗ് സ്ട്രെങ്ത് ഓഫ് സോളിഡ് ഷാഫ്റ്റും പി എച്ച് എന്ന് പറയുന്നത് ബക്ലിംഗ് സ്ട്രെങ്ത് ഓഫ് ഹോളോ ഷാഫ്റ്റുമാണ്. നമുക്ക് രണ്ട് ഇക്വേഷനും റേഷ്യോ എടുക്കാം. പൈ സ്ക്വയർ, നമുക്ക് ബക്ലിംഗ് സ്ട്രെങ്ത് ഫോർ സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ബൈ ഐ എന്ന് പറയുന്നത് π/64 d⁻⁴ ആണ്. ബൈ ബക്ലിംഗ് സ്ട്രെങ്ത് ഫോർ ഹോളോ കോളം എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഇൻറ്റു ഐ എന്ന് പറയുന്നത് π/64 ഇൻറ്റു d⁻⁴ -di⁻⁴ ആണ്. സെയിം പൈ സ്ക്വയർ ഇ ബൈ π/64 ക്യാൻസൽ ചെയ്ത് പോവും. ബാലൻസ് ഉള്ളത് d⁻⁴ ബൈ d⁻⁴ -di⁻⁴ ആണ്. ഇതിൽ നിന്നും നമുക്ക് ഡി ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡി ഐ എന്ന് പറയുന്നത് d0/2 എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ d⁻⁴ ബൈ d⁻⁴ മൈനസ് d⁻/2 ദ ഹോൾ റൈസ് ടു 4 d⁻/2 റൈസ് ടു 4. ദെൻ പി എസ് ബൈ പി എച്ച് എന്നാണ്. പി എസ് എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഫോർ സോളിഡ് ഷാഫ്റ്റും പി എച്ച് എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഫോർ ഹോളോ ഷാഫ്റ്റുമാണ്. d⁻⁴ ബൈ d⁻⁴ മൈനസ് d⁻⁴ ബൈ 16 2⁴ 16 ആണ്. 16 നമുക്കിത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് d⁻⁴ ബൈ 16 d⁻⁴ മൈനസ് d⁻⁴ ബൈ 16. നമുക്ക് ഈ 16 ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. 16 d⁻⁴ ബൈ 16 d⁻⁴ മൈനസ് d⁻⁴ നമുക്ക് കിട്ടുന്നത് 15 d⁻⁴ ആണ്. നമുക്ക് കിട്ടുന്ന റേഷ്യോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ബക്ലിംഗ് സ്ട്രെങ്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പി എസ് ബൈ പി എച്ച് ഈക്വൽ ടു 16 d⁻⁴ ബൈ 15 d⁻⁴. ഇതിൽ പി എസ് എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഫോർ സോളിഡ് കോളമാണ്. പി എച്ച് എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ഫോർ ഹോളോ കോളമാണ്. d⁻⁴ എന്ന് പറയുന്നത് ഡയമീറ്റർ ഫോർ സോളിഡ് കോളമാണ്. d⁻⁴ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ ഫോർ ഹോളോ കോളമാണ്. താങ്ക് യു.